ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC എഡ്യൂക്കേഷൻ ആസ്പിറേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT എന്ന ഭാഗമാണ്. ITയുടെ ഒരു ക്ലാസ് ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിമിനറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഏകദേശം എല്ലാ ക്ലാസ്സുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ITയുടെ ക്ലാസ് ആണ്. ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത് പോലെ തന്നെ സൈബർ നിയമങ്ങളെ കുറിച്ചാണ്, സൈബർ ആക്ട്സിനെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിന് മുൻപ് ഒരു IT ക്ലാസ് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. നമ്മൾ IT ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകളാണ് ഇനി കൂടുതലായിട്ട് തരാനുള്ളത്. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി, ബാക്കി ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഈ പറഞ്ഞ സിവിക്സും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഒരുമാതിരി എല്ലാ ക്ലാസ്സുകളും 10th ലെവൽസിനും ഡിഗ്രി ലെവൽസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഏകദേശം എല്ലാ ക്ലാസ്സുകളും ഞാൻ കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലീഷും ഒക്കെ തന്നെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ITയിലെ കുറേ ഭാഗങ്ങളായിരിക്കും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ലാസ് ആയിട്ട് തരുന്നുണ്ടാവുക. IT ജോഗ്രഫി ഈ ഭാഗങ്ങളായിരിക്കും കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇത് കാണുകയും ഇത് കാണുന്നവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ സൈബർ ആക്ട്സിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് പറയാം ഇന്റർനെറ്റ് നിയമം അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട നിയമം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഇനിയിപ്പോൾ പരീക്ഷയായാലും അല്ലെങ്കിലും കൃത്യമായിട്ട് ഈ സൈബർ നിയമങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് സൈബർ ആക്ട് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഈ സൈബർ ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ടും എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണല്ലോ ഈ സൈബർ ആക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ സൈബർ ആക്ട് എന്നാണ് വന്നത്, അതിൽ എത്ര ഭാഗങ്ങളുണ്ട്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ സൈബർ നിയമങ്ങളെ നമുക്ക് ഇങ്ങനെ പറയാം, കമ്പ്യൂട്ടർ നിയമം എന്നും ഇന്റർനെറ്റ് നിയമം എന്നും സൈബർ നിയമങ്ങളെ പറയാറുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള ഈ സൈബർ നിയമം പാസാക്കിയത്, ഇന്ത്യയിൽ ആദ്യമായി സൈബർ നിയമം പാസാക്കിയ വർഷമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, 2000 ജൂൺ 9. ഇന്ത്യയിൽ ആദ്യമായി സൈബർ ആക്ട് പാസാക്കിയത് ഏത് വർഷമാണ്? 2000 ജൂൺ 9. ഇനി ഈ സൈബർ ആക്ട് നിലവിൽ വന്നത്, ഓക്കെ, പാർലമെന്റ് പാസ്സാക്കുന്നതാണ് ഈ പറഞ്ഞ 2000 ജൂൺ 9. പരീക്ഷയ്ക്ക് ശ്രദ്ധിച്ചേ ക്വസ്റ്റ്യൻ എഴുതാവുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണെങ്കിൽ താഴെ പറയുന്നവയിൽ സൈബർ ആക്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്, ശരിയല്ലാത്ത പ്രസ്താവന ഏത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ശ്രദ്ധിച്ചേ, സൈബർ ആക്ട് പാസ്സാക്കിയത് 2000 ജൂൺ 9. ഈ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. ഓക്കെ, 2000 ഒക്ടോബർ 17 ഈ നിയമം നിലവിൽ വരുന്നത്. ഇനി സൈബർ ആക്ട് നിലവിൽ വരുമ്പോൾ ഈ ഡേറ്റുകൾ രണ്ടും കൂടി തിരിഞ്ഞു പോകും. 2 വർഷം ഒന്നാണ്, പക്ഷെ പാസ്സാക്കിയത് ജൂൺ 9, നിലവിൽ വരുന്നത് ഒക്ടോബർ 17. ഇനി ഈ നിയമം നിലവിൽ വരുമ്പോൾ ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? ഈ ആക്ട് നിലവിൽ വരുമ്പോൾ 13 ചാപ്റ്റേഴ്സും 94 പാർട്ടുകളും 4 ഷെഡ്യൂൾസ്, 4 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2000 ജൂൺ 9 പാസ്സാക്കി 2000 ഒക്ടോബർ 17 നിലവിൽ വന്ന IT ആക്ടില് വരുമ്പോൾ ചാപ്റ്റേഴ്സ് 13, പാർട്സ് 94, ഷെഡ്യൂൾസ് 4. ഇനി ഇതിൽ ഭേദഗതി വരുത്തുകയുണ്ടായി. ഈ നിയമത്തിൽ 2008 ഭേദഗതി ചെയ്തു, അമെൻഡ് ചെയ്തു. അപ്പോൾ 2008 അമെൻഡ് ചെയ്തത് ഏത് ഡേറ്റിലാണെന്ന് ചോദിച്ചാൽ, ഭേദഗതി നിയമം നിലവിൽ വന്നത് 2008 ഡിസംബർ 23. ഭേദഗതി നിയമം നിലവിൽ വന്നത് 2008 ഡിസംബർ 23 എന്ന ഭേദഗതി ചെയ്തത്. ഇത് നിലവിൽ വരുന്നത് 2009 ഒക്ടോബർ 27, പിറ്റേ വർഷമാണ്. ഓക്കെ, സൈബർ ആക്ട് അമെൻഡ് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ 2008 ഡിസംബർ 23. ഇത് നിലവിൽ വരുന്നത് പിറ്റേ വർഷമാണ്, 2009 ഒക്ടോബർ 27. ഓക്കെ, സൈബർ ആക്ട് വന്നത് 2000 ജൂൺ 9. പക്ഷെ ഈ പറഞ്ഞ ഭേദഗതി അമെൻഡ് ചെയ്തത് 2008, അത് നിലവിൽ വരുന്നത് പിറ്റേ വർഷമാണ്, 2009 ഒക്ടോബർ 27. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ. ഇനി
ഇപ്പോ ഈ ഭേദഗതിക്ക് ശേഷം ഇപ്പോൾ ചാപ്റ്റേഴ്സിന്റെ എണ്ണം 14 നേരത്തെ 13 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരെണ്ണം കൂടി കൂടിയിട്ടുണ്ട്, 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. നേരത്തെ 94 പാർട്ടുകളാണ്, ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 124 ഭാഗങ്ങളുണ്ട്. ഇപ്പൊ എത്രയുണ്ട്? 124 ഭാഗങ്ങളാണുള്ളത്. നേരത്തെ 4 പട്ടികകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂള്. ഇപ്പോ പട്ടികകളുടെ എണ്ണം 2 ആണ്. ഓക്കെ, ചാപ്റ്റർ 14, പാർട്സ് 124, ഷെഡ്യൂള് 2 ആഫ്റ്റർ അമെൻമെന്റിന് ശേഷം. ഇനി ഇത്തരത്തില് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ്? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് Cert.in. അതിനു മുമ്പ് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോ എന്താണ് ഈ Cert.in? സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് Cert.in. ഇനി ഇതിന്റെ ഫുൾ ഫോമും കൂടി പഠിച്ചു വെക്കുക. CERT, CERT, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. CERTന്റെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടർ എമർജൻസി, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ആണ് Cert.in എന്നറിയപ്പെടുന്നത്. അപ്പൊ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്ഥാപനമാണ് Cert.in. CERTന്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ അല്ലേ? ഇനി ഇത്തരത്തില് 2000-ൽ വന്ന് 2008-ൽ ഭേദഗതി ചെയ്ത് 2009-ല് നിയമം നിലവിൽ വന്ന ഈ സൈബർ നിയമത്തില് എത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് അറിയാം, 1 മാർക്ക് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഉറപ്പിച്ചു വെക്കാവുന്നതാണ്. അപ്പോ പ്രധാന ഭാഗങ്ങൾ ആദ്യം ഞാൻ കുറച്ച് അങ്ങനെ അധികം ഇമ്പോർട്ടന്റ് അല്ല എങ്കിൽ പോലും ചില സമയത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. സെക്ഷൻ 5. ഇതിലെ സെക്ഷൻ 5 എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിനെ നിയമപരമായി മനസ്സിലാക്കുക. ഡിജിറ്റൽ ആയിട്ടുള്ള സിഗ്നേച്ചർ, സൈൻ, ഒപ്പിനെ നിയമപരമായി മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് സൈബർ നിയമത്തിലെ ആക്ടുകളെ കുറിച്ചാണ്. സൈബർ നിയമത്തിലെ സെക്ഷൻ 5 പറയുന്നു ഡിജിറ്റൽ സിഗ്നേച്ചറിനെ തിരിച്ചറിയുക. അത് നിയമപരമായിട്ട് ഒരു സിഗ്നേച്ചർ കണ്ടാൽ അതിനെ തിരിച്ചറിയാനുള്ള സെക്ഷനാണ് സെക്ഷൻ 5 എന്ന് പറയുന്നത്. സെക്ഷൻ 43 പറയുന്നു, 43 പറയുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിങ്ങൾ കേടുപാടുണ്ടാക്കിയാൽ അത് ഏത് സെക്ഷനിൽ വരും? ഏത് സെക്ഷനാണ്? സെക്ഷൻ 43-ൽ വരും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുണ്ടാക്കിയാൽ അത് കുറ്റകൃത്യത്തിന്റെ ഏത് സെക്ഷനിലാണ് വരുന്നത്? അത് 43-ലാണ് വരുന്നത്. ഇനി 44, സെക്ഷൻ 44, 44 വരുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കയറിയിട്ട് അതിലുള്ള സോഫ്റ്റ്വെയർസിന് നാശം ഉണ്ടാക്കിയാൽ അത് സെക്ഷൻ 44 ആണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കയറിയിട്ട് അതിലെ സോഫ്റ്റ്വെയർസിന് നാശം ഉണ്ടാക്കിയാൽ സെക്ഷൻ 44 ആണ്. ഇനി സെക്ഷൻ 48 സൈബർ ആപ്പലേറ്റ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 48 സൈബർ ആപ്പലേറ്റ് ട്രൈബ്യൂണൽസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 61, 61, അതായത് സൈബർ കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 61. സൈബർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 61. ഓക്കെ, ഇത്ര സെക്ഷൻസ് ഞാൻ ഒന്നും കൂടി പറയുന്നു. സെക്ഷൻ 5 ഡിജിറ്റൽ സിഗ്നേച്ചറിനെ നിയമപരമായി തിരിച്ചറിയുക. സെക്ഷൻ 43 ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുക. സെക്ഷൻ 44 ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സോഫ്റ്റ്വെയറിന് കേടുപാടുകൾ ഉണ്ടാക്കുക, നാശമുണ്ടാക്കുക. സെക്ഷൻ 48 പറയുന്നു സൈബർ ട്രൈബ്യൂണൽ, സൈബർ ആപ്പലേറ്റ് ട്രൈബ്യൂണൽസ്. സെക്ഷൻ 61 പറയുന്നു സൈബർ കേസിന് കോടതിയുമായി ബന്ധപ്പെട്ട് അധികാരം ഇല്ല. ഓക്കെ, എത്രയും അധികം ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കിടക്കുന്നത്. ഇനിയും ചോദിക്കാവുന്ന ഭാഗമാണ് സെക്ഷൻ 65. സെക്ഷൻ 65 സൂചിപ്പിക്കുന്നത് സൈബർ ടാമ്പറിംഗ് ആണ്. സെക്ഷൻ 65 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സൈബർ ടാമ്പറിംഗ്. ദാറ്റ് മീൻസ് വെബ്സൈറ്റുകളിലേക്ക് കടന്നു കയറി തെറ്റായ വിവരങ്ങൾ കൊടുക്കുക, ശരിയായ വിവരങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് തെറ്റായ വിവരങ്ങൾ വെബ്സൈറ്റിലേക്ക് കടന്നു കയറി കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുക?
സൈബർ ടാമ്പറിംഗ് എന്ന് പറയുക. ശ്രദ്ധിക്കണേ. അപ്പോൾ സെക്ഷൻ 65 സൈബർ ടാമ്പറിംഗ് ആണ്. വെബ്സൈറ്റുകളിലേക്ക് അനധികൃതമായി കടന്നു കയറി ശരിയായ വിവരങ്ങൾ മാറ്റി പകരം തെറ്റായ വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് സൈബർ ടാമ്പറിംഗ് എന്ന് പറയുന്നത്. സെക്ഷൻ 65 വരുന്നത്. ഓക്കെ. ഇനി സെക്ഷൻ 66 ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടന്നു കയറുക അല്ലെ, ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ കടന്നു കയറുക ഹാക്കിംഗ് ആണത്, അടിച്ചു മാറ്റുക എന്ന് നമ്മൾ പറയല്ലേ. അപ്പൊ ഈ പറഞ്ഞ ഹാക്കിങ്ങിന് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവോ 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെക്ഷൻ 66 ഹാക്കിംഗ് എന്ന കുറ്റകൃത്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം കഠിന തടവോ 5 ലക്ഷം രൂപ പിഴയോ ഒന്നുകിൽ ഈ പറഞ്ഞ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഇനി സെക്ഷൻ 66A, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ചോദിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. സെക്ഷൻ 66A പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇല്ല, റിപ്പിൾഡ് ആണ്, ഇത് എടുത്തു കളഞ്ഞു. 2015 മാർച്ച് 24 കോടതി വിധി പ്രകാരം ഇത് റിപ്പീൽ ചെയ്തു, ഇത് എടുത്തു കളഞ്ഞതാണ്. ഇത് 17th ആക്ട് ആയിരുന്നു. സൈബർ നിയമത്തിലെ 17ാമത് ആക്ടായ 66A എടുത്തു കളഞ്ഞു. ഇത് 2015 വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക ഏത് സുപ്രീം കോടതി വിധി പ്രകാരമാണ് 66A എടുത്തു കളഞ്ഞത്. 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരമാണ് 66A റിമൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് 17ാമത്തെ ആക്ട് ആണ്. സൈബർ നിയമത്തിലെ 17ാമത്തെ ആക്ട് ആണ്. ഇനി 66B ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അത് മൊബൈൽ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട എന്ത് ഉപകരണങ്ങളും ആയിക്കോട്ടെ, അത് മോഷ്ടിക്കുന്നതിനാണ്, തെഫ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക. അത് ഏത് കുറ്റകൃത്യത്തിൽ വരുന്നത്? 66B എന്നുള്ള സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ തെഫ്റ്റ്, മോഷണമാണ് 66B വരുന്നത്. ഇതിന് നൽകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ. അപ്പൊ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ മറ്റു ഉപകരണങ്ങളായിക്കോട്ടെ മോഷ്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 3 വർഷം പിഴയോ 3 വർഷം തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി 66C എന്ന് പറയുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അതായത് വ്യക്തിത്വ വിവരങ്ങൾ മോഷ്ടിക്കുക, ഒരാളുടെ വ്യക്തിത്വം മോഷ്ടിക്കുക. ഇപ്പൊ എന്റെ പേരിൽ ഫേക്ക് ആയിട്ട് വേറൊരാളെ, എന്റെ പേര്, എന്റെ ഐഡന്റിറ്റി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വേറൊരാൾ എന്റെ ഭാഗത്തേക്ക് കടന്നു വരിക, അതിനാണ് ഈ പറഞ്ഞ ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഏത് സെക്ഷനാണ്? 66C ആണ്, ഐഡന്റിറ്റി തെഫ്റ്റ്. ഇനി 66D ആൾമാറാട്ടം നടത്തുക. ഒരാൾക്ക് പകരം ഒരാൾ തന്നെ പല ആൾക്കാരായിട്ട് വരിക. അതായത് നമുക്ക് ഇതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാവുന്നത്, ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ, ഒരാളുടെ പേരിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട്, നമ്മൾ നിലവിൽ പലപ്പോഴും കാണാറുണ്ട് ഫേസ്ബുക്കിൽ എനിക്ക് എതിരായിട്ട് വ്യാജ അക്കൗണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് സെക്ഷന്റെ പരിധിയിലാണ് വരിക? 66D പരിധിയിലാണ് വരുന്നത്. ആൾമാറാട്ടമാണ് 66D എന്ന് പറയുന്നത്. ഇനി 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ, വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് 66E വരുന്നു. 66E ആണ്. ശ്രദ്ധിക്കണേ. ആദ്യം എന്നൂടെ പറയട്ടെ. 65 എന്ന് പറയുന്നത് സൈബർ ടാമ്പറിംഗ് ആണ്. വെബ്സൈറ്റുകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ശരിയായ വിവരങ്ങൾ നീക്കം ചെയ്ത് തെറ്റായ വിവരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ചെയ്യുന്നത്. സെക്ഷൻ 65 പരിധിയിൽ വരുന്നു. സെക്ഷൻ 66 66 വരുന്നത് ഹാക്കിംഗ് ആണ്. ഹാക്കിങ്ങിന്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ 3 വർഷം തടവോ 5 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. 66A എന്ന് പറയുന്നത് റിപ്പീൽ ചെയ്തതാണ്, റിമൂവ് ചെയ്തതാണ്. 2015 മാർച്ച് 24 സുപ്രീം കോടതി വിധി പ്രകാരം ഇത് റിമൂവ് ചെയ്തിരിക്കുന്നു. ഇത് 17ാമത്തെ ആക്ട് ആയിരുന്നു. 66B എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ തെഫ്റ്റ് ആണ്, മോഷണമാണ്. ഇതിന് 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. 66C എന്ന് പറയുന്നത് ഐഡന്റിറ്റി, ഒരാളുടെ വ്യക്തിത്വ വിവര മോഷണമാണ്. 66C വരുന്ന ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. 66D ആൾമാറാട്ടമാണ്. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ 66Dയിലാണ് വരിക. ഇനി 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. ഒരാളുടെ സ്വകാര്യതയെ വയലേറ്റ് ചെയ്യാൻ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ 66Eയിലാണ് വരുന്നത്. ഇതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്, പണിഷ്മെന്റ് എന്ന് പറയുന്നത് 3 years തടവും
2 ലക്ഷം രൂപ പിഴയോ ഇവ രണ്ടും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. 3 വർഷം തടവോ 2 ലക്ഷം രൂപ പിഴയോ ഇത് രണ്ടും കൂടിയോ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു 66 വയലേഷൻ ഓഫ് പ്രൈവസി ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, അതും കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തവണ ചോദിച്ചത് 66A 66F ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 66F എന്ന് പറയുന്നത് സൈബർ ടെററിസം ആണ്, സൈബർ ഭീകരവാദം. അതായത് ഇത്തരത്തിലെ മൊബൈലുകളോ കമ്പ്യൂട്ടറോ നെറ്റ്വർക്കോ ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, അതിനെയാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഇത് 66F ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് 66F. ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ലൈഫ് ടൈം ആണ്, അതായത് ആജീവനാന്ത തടവ് ശിക്ഷയാണ് ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്, ആജീവനം തവണ. ഓക്കെ, ഇനി സെക്ഷൻ 67 എന്ന് പറയുന്നത് തെറ്റായ വിവരങ്ങൾ ഒരാളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് സെക്ഷൻ 67 പരിധിയിൽ വരുന്നു. ഓക്കെ, സെക്ഷൻ 67 എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക. അതിപ്പോ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അല്ലാതെയൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്നതിനെയാണ്. അത് ഏത് സെക്ഷന്റെ പരിധിയിലാണ്? 67 പരിധിയിലാണ് വരുന്നത്. ഇനി 67A വരുന്നത് പ്രോണോഗ്രഫിയാണ്. പ്രോണോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോസ് ഇവ പ്രദർശിപ്പിക്കുന്നതിനെയാണ് പ്രോണോഗ്രഫി എന്ന് പറയുന്നത്. ഇത് 67A ആണ്. ഓക്കെ, 67 എന്ന് പറയുന്നത് തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക, 67A എന്ന് പറയുന്നത് പ്രോണോഗ്രഫിയാണ്. തെറ്റായ അല്ലെങ്കിൽ അശ്ലീലമായ ചിത്രങ്ങളോ വീഡിയോസോ പ്രചരിപ്പിക്കുന്നതിനെയാണ് പ്രോണോഗ്രഫി എന്ന് പറയുക. ഇതാണ് 67A വരുന്നത്. ഇനി 67B വരുന്നു ചൈൽഡ് പ്രോഗ്രാഫി. അതായത് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോസ്, കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതിനെയാണ് ചൈൽഡ് പ്രോണോഗ്രഫി എന്ന് പറയുന്നത്. 67B ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, തെറ്റായ വിവരങ്ങൾ 67, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോ പ്രദർശനം ഇവ 67A ആണ്, പ്രോണോഗ്രഫിയാണ്. 67B എന്ന് പറയുന്നത് ചൈൽഡ് പ്രോണോഗ്രഫിയാണ്. എത്രയും കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചൈൽഡ് പ്രോണോഗ്രഫി കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇത്രയുമാണ് നമ്മുടെ IT നിയമത്തിലെ, സൈബർ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സൈറ്റിലേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ക്യാപ്ച, അല്ലേ? ക്യാപ്ച കൊടുത്തിട്ടാണ് നമ്മളത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്താണ് ക്യാപ്ച എന്ന് പറഞ്ഞാൽ? ക്യാപ്ച എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ റോബോട്ട് അല്ല, അതൊരു മനുഷ്യൻ തന്നെയാണ്, യന്ത്രമല്ല എന്ന് സ്ഥിരീകരിക്കാനായി. കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ നമ്മൾ മനുഷ്യനാണോ റോബോട്ടാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അത് സ്ഥിരീകരിക്കുന്നതിനായിട്ടുള്ള ടെസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്യാപ്ച എന്നുള്ളതിന്റെ ആ ഒരു വേർഡിന്റെ ഫുൾ ഫോം എന്താണ് നമുക്ക് പഠിച്ചു വെക്കാം. ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, എന്താണ് മനുഷ്യനാണോ യന്ത്രമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ക്യാപ്ചയുടെ ഫുൾ ഫോം, ക്യാപ്ചയുടെ സ്പെല്ലിംഗ് CAPTCHA എന്നാണ്. അപ്പൊ ക്യാപ്ചയുടെ ഫുൾ ഫോം എന്താന്ന് പഠിച്ചു വെച്ചാൽ അതിന്റെ ലക്ഷ്യം എന്താന്ന് കിട്ടിക്കഴിഞ്ഞു. കംപ്ലീറ്റ്ലി, C for കംപ്ലീറ്റ്ലി, A for ഓട്ടോമേറ്റഡ്, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ലിസൺ, എന്താണ് ക്യാപ്ചയുടെ ഫുൾ ഫോം? കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. അല്ലേ, ഇത് ചെയ്യുന്നത് ഹ്യൂമൺ ആണോ അല്ലെങ്കിൽ യന്ത്രമാണോ എന്ന് സ്ഥിരീകരിക്കാനായി കമ്പ്യൂട്ടർ നമുക്ക് തരുന്ന ഒരു ടെസ്റ്റ് ആണ് ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൈബർ നിയമങ്ങളും സൈബർ നിയമത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗവുമാണ്. അത് IT എന്നുള്ള വിഷയം ഏത് പരീക്ഷയ്ക്കും ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം ഉറപ്പാണ്. ഒന്നിലധികം ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു വെക്കുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് പോകുന്നു. താങ്ക് യു സോ മച്ച്.